കോഴിക്കോട് കാപ്പാട് ബീച്ചിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കുടുങ്ങിയ 28 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഉമറുൽ ഫാറൂഖ് എന്ന വഞ്ചി എഞ്ചിൻ തകരാറിനെ തുടർന്ന് കടലിൽ കുടുങ്ങുകയായിരുന്നു. തൊഴിലാളികളെ പുതിയാപ്പ ഹാർബറിൽ എത്തിച്ചിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് ഉണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി. സമീർ, ഈ കാപ്പാട് ബീച്ചിൽ നിന്ന് പോയി മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കുടുങ്ങിയതാണല്ലോ 28 പേരും, അല്ലേ? എങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്തിയത്? എന്താണ് വിവരങ്ങൾ? ജിക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് 28 പേരടങ്ങിയ സംഘം കാപ്പാട് ബീച്ചിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പോയത്. മത്സ്യബന്ധനത്തിനായി പോയ അവരുടെ വഞ്ചി തകരാറാകുകയായിരുന്നു. അതിൻ്റെ യന്ത്ര തകരാറിനെ തുടർന്നാണ് അവർ കടലിൽ അകപ്പെട്ടത്. 28 പേരും അതിൽ കുടുങ്ങിപ്പോയി. കാലാവസ്ഥ മോശവുമാണ്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് വകുപ്പിന് ഈ വിവരം ലഭിച്ചത്. തുടർന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള സുനീറിൻ്റെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. പുതിയാപ്പ ഹാർബറിൽ നിന്ന് പോലീസിൻ്റെ ബോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മറൈൻ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെ അവിടെ കടലിലേക്ക് പോവുകയും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടറായിട്ടുള്ള രാജൻ, അതുപോലെ റെസ്ക്യൂ ഗാർഡുമാരായിട്ടുള്ള ഹമലേഷ്, രൂപേഷ് എന്നിവരും ചേർന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തു. പിന്നീട് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇതിനകത്തുണ്ടായിരുന്ന ഈ വഞ്ചിയിലുണ്ടായിരുന്ന 28 പേരെയും കരയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. 28 പേരും സുരക്ഷിതരാണ്. ഇപ്പോൾ ഈ 28 പേരെയും പുതിയാപ്പ ഹാർബറിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഈ മോശം കാലാവസ്ഥയാണ്, അപകട സാധ്യത ഏറെയുള്ള ഒരു സമയം കൂടിയാണ്. ഏതായാലും അത്തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവം ഉണ്ടായില്ല. മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ, സമയോചിതമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ 28 തൊഴിലാളികളെയും ഈ 28 മത്സ്യത്തൊഴിലാളികളെയും കരയിലേക്ക് സുരക്ഷിതമായി കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. ആശ്വാസമായ കാര്യമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ജി കെ. ശരി സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.